ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജോമൻ ഡയറീസ്. അപ്പൊ ഇന്ന് നമുക്ക് സ്വിഷൻ പ്രൂഫിങ്ങിനെ പറ്റി നോക്കാം. അതായത് സ്വിഷൻ പ്രൂഫിങ്ങില് ഷ്രിഫ്റ്റ്ലിഷ് ഉണ്ട്, അതുപോലെ ഇംഗ്ലീഷ് ഉണ്ട്, പ്രാക്ടീഷ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് പ്രാക്ടീഷ് സ്വിഷൻ പ്രൂഫിങ് എങ്ങനെയാണ്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഈസി ആയിട്ട് പാസ് ആവാം എന്നൊരു നമുക്ക് നോക്കാം. അതിന്റെ കുറച്ച് ടിപ്സ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് സ്വിഷൻ പ്രൂഫിങ് ഈ അടുത്ത് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടിപ്സ് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ സ്വിഷൻ പ്രൂഫിങ് മാത്രമല്ല, അബ്ഷൂസ് പ്രൂഫിങ്ങിനായാലും ഈ ഒരു സെയിം മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ് ആവാട്ടോ. അതായത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് പേഷ്യന്റിനെ ഫസ്റ്റ് ഓർഗൻ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് സ്വിഷൻ പ്രൂഫിങ് പാസ് ആവാനായിട്ട് പറ്റും. ഇത് നമ്മൾ അധികം പേര് നോട്ടീസ് ചെയ്യാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് നമ്മൾ നമ്മുടേതായ രീതിക്ക് എക്സാംസ് പ്ലാൻ ചെയ്ത് അതുപോലെ ചെയ്യുന്നത് ഈ ഒരു കറക്റ്റ് മെത്തേഡ് അനുസരിച്ച് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പ്രാക്ടിക്കൽ എക്സാം പാസ്സാവുന്നേ ഉള്ളൂ. എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യം, അതിപ്പോ തെറ്റ് ചെയ്തിട്ടുള്ളതായാലും ശരിയായിട്ട് ചെയ്തിട്ടുള്ളതായാലും എന്താണെങ്കിലും നമ്മൾ എന്താണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് റിഫ്ലക്ഷൻ ചെയ്യുക. റിഫ്ലക്സിയോൺ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ശരിക്കാണ് നമ്മൾ തെറ്റ് ആണ് ചെയ്തത്, അതുകൊണ്ട് അത് പറയണ്ട എന്ന് കരുതി അത് പറയാതിരുന്നാൽ നമുക്ക് മാർക്ക് കുറയത്തേ ഉള്ളൂ. പിന്നെ ഫ്രണ്ട്സ്, ഇപ്പൊ ഞാൻ ഈ ഒരു സ്വിഷൻ പ്രൂഫിങ്ങിന്റെ പ്രാക്ടിക്കൽ എക്സാമിനെ പറ്റി, അതായത് സ്വിഷൻ പ്രൂഫിങ്ങിനോ അതുപോലെ അബ്ഷൂസ് പ്രൂഫിങ്ങിനോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ടിപ്സ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ താല്പര്യമുള്ളവരെ യൂട്യൂബ് ചാനലിൽ പോയി കാണാം കേട്ടോ. അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.